ഈ കാണുന്നതാണ് ചെറിയ എന്തോ കാര്യത്തിന് അമ്മയോട് പിണങ്ങിയ മോൻ്റെ പരിഭവ കാഴ്ചകൾ. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പം താടിയും മീശയൊക്കെ വന്ന് വലിയ ചേട്ടനൊക്കെ ആയി. ഇപ്പോൾ പണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹവും കെയറും എല്ലാം ആരും ആവശ്യപ്പെടാതെ നിർലോഭം എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ കൈകളിൽ എൻ്റെ കാറിൻ്റെ സ്റ്റിയറിംഗ് ഭദ്രമായതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തെളിഞ്ഞ ആകാശമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ യാത്രയിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടാ, നിങ്ങൾ എന്നാ ഒന്ന് നേരിട്ട് കാണുന്നത് എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു ലുലുവിലേക്ക്. മാസത്തിലൊരിക്കലെങ്കിലും സത്യം പറയാമല്ലോ ഇവിടെ വന്ന് കുറച്ച് കറങ്ങി കുറച്ച് പൈസയൊക്കെ കൊടുത്ത് പോയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സുഖമില്ലായ്മയാണ്. പക്ഷെ മന്ദൻ്റെ ആയതുകൊണ്ട് ഹൈപ്പറിൽ മാത്രമേ പോകൂ എന്ന ദൃഢപ്രതിജ്ഞയിൽ ഞാൻ ആദ്യം കയറിയത് വെസ്റ്റ് സൈഡിലാണ്. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. എല്ലാം കണ്ടു, ടോപ്പുകളെല്ലാം കണ്ടു, ഈ ഓർണമെൻറ്റ്സ് എല്ലാം കണ്ടു. നല്ല കളക്ഷൻസ് വെസ്റ്റ് സൈഡ് എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒന്നും വാങ്ങിക്കാതെ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾക്കൂട്ടം. എൻ്റെ മാനിഫെസ്റ്റേഷൻ ഇത്രയും വലിയ പവറോ, ലാലേട്ടൻ എങ്ങനെ വന്നോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദേണ്ടടാ നിൽക്കുന്നു ദേഹം ഭയങ്കര ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. 4 ചുറ്റിനും ആൾക്കാരാണ്. കൈ കൊടുക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ഇതേ വരുന്നു ഒരു നായ റോബോട്ടാണെന്ന് തോന്നുന്നു. ഇത് 2 പേരും കൂടെ കിടന്ന് ഭയങ്കര ഷോഫാണ് അവിടെ. ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കൈ കൊട്ടുന്നു, തലചൊറിയുന്നു, വിസിലടിക്കുന്നു. ഒന്നും പറയണ്ട, കാണിക്കാൻ ഇനി ഒന്നുമില്ല. നമുക്ക് പണവും പ്രതാപവും ഉള്ളപ്പോഴേ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവോ എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് തളർന്ന ഒരു റോബോട്ട് പാവം ഒരു മൂലയ്ക്ക്. അപ്പോഴേക്ക് ഇതേണ്ടടാ ഒരുത്തനൊരു കണ്ണിൽ എന്തൊക്കെയോ വെച്ചിട്ട് ഇടിയോടിടി, ഇനി ഇവിടെ നിന്നാൽ എനിക്ക് ഇടി കിട്ടും. അതുകൊണ്ട് ഞാൻ നേരെ പോയി ഹൈപ്പറിലേക്ക്. എന്തൊക്കെ ചെയ്തിട്ടും തലയിൽ ഉറച്ചു നിൽക്കാത്ത മുടിയെ ഉറപ്പിച്ച് നിർത്താൻ ഇത്തവണ ഞാൻ ബിയറിൻ്റെ ഷാമ്പു തന്നെ എടുത്തു. പിന്നെ ഈ ഒരു സെക്ഷൻ ഒന്നും വാങ്ങണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിലും എനിക്കിവിടെ സ്പെൻഡ് ചെയ്താലേ ഒരു സമാധാനം കിട്ടൂ. അപ്പം അതുപോലെ അതങ്ങ് നടത്തി. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ വന്നാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വന്നാലും കൃത്യമായി ഇവിടെ നിന്ന് ഞാൻ ചിക്കൻ വാങ്ങിക്കും. ഇവിടുത്തെ ലുലുവിൻ്റെ ചിക്കൻ വാവും കറിക്കട്ടെടുത്താൽ സൂപ്പറാണ്. പിന്നെ നല്ല ഐസിൻ്റെ പുതപ്പ് പുതച്ചിരിക്കുന്ന ഫിഷിൻ്റെ ഇടയിൽ കൂടെ നേരെ ഫ്രൂട്ട്സിൻ്റെ ഇടയിലേക്ക്. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഭയങ്കര ഫ്രഷാണ് കേട്ടോ. പക്ഷേ ഇത്തവണയും ഞാൻ അവക്കാഡോ എടുത്തിട്ടുണ്ട്. എനിക്ക് പണി കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ അതുപോലെ സാൻഡ്വിച്ചസൊക്കെ വാങ്ങിച്ച് ചൂടായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വെറൈറ്റി പൈനാപ്പിൾ കണ്ടു. ബാർബിക്യൂ അങ്ങനെ എന്തോ ഒരു പൈനാപ്പിൾ, അതും ഒന്ന് പരീക്ഷിക്കണമല്ലോ. ഇങ്ങനെ ലിസ്റ്റിലില്ലാത്ത കുറച്ച് സാധനങ്ങളും പിന്നെ ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് കണ്ടതും കടിയൊക്കെ എടുത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷനിലേക്ക്, അതായത് നമ്മുടെ പഴയ പലവ്യഞ്ജന കട അനുസ്മരിപ്പിക്കുന്ന ഈ സെക്ഷനിലേക്ക് പോയി കുറച്ച് ബസുമതി അരിയും സോയാബീനും ഒക്കെ 1 കിലോയും 1/4 കിലോയും ഒക്കെ എടുത്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സെക്ഷനിലേക്ക് പോയി ക്യാഷ് കൗണ്ടർ. ഇവിടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അടി കൊണ്ട് നിലത്ത് കിടക്കും. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇടവും വലവുമില്ല കടകളെല്ലാം വായി നോക്കി. എന്നാൽ മനസ്സ് മുറുകെ പിടിച്ചിട്ട് ഇല്ല, കയറൂല, പൈസ മുടക്കൂല എന്ന് പറഞ്ഞ് നേരെ കാർ പാർക്കിങ്ങിലേക്ക്. ഇങ്ങോട്ട് എൻ്റെ മോൻ ഒഴിച്ചാൽ റിട്ടേൺ ഞാൻ ഓടിക്കണം. അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു അലിഖിത നിയമമാണ്. പിന്നെ എനിക്കത് ഇഷ്ടമാണ്. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ചുള്ള യാത്ര. സീരിയസ്ലി നമ്മുടെ മക്കളോടൊപ്പം ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരോടൊപ്പം ആയാലും ഉള്ള യാത്രകൾ ഭയങ്കര നല്ലതാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഈ ഒരു കുട്ടി യാത്രാ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. വീണ്ടും കാണാം.